ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ ആട്ടോ. സ്കിൻ കെയറിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് തുടക്കക്കാർ പ്രധാനമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് സ്റ്റെപ്പുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പലർക്കും ഒരുപാട് ഡൗട്ട് കാണുമല്ലേ. കാരണം അവർക്ക് അറിയാം ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നറിയാം, പക്ഷേ എന്താണ് ആദ്യം ഉപയോഗിക്കേണ്ടത്, എന്താണ് രണ്ടാമത് ഉപയോഗിക്കേണ്ടത് എന്ന് അവർക്ക് ചിലപ്പോൾ ഡൗട്ടായിരിക്കും. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, സിറം രാവിലെ യൂസ് ചെയ്യണോ, സിറം രാത്രി യൂസ് ചെയ്യണോ, ഇതൊക്കെ പലരുടെയും പല ഡൗട്ടുകളാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിന്നിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മുടെ സ്കിൻ നോർമൽ സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ, അങ്ങനെ പലതരം സ്കിന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണ് നമ്മുടെതെന്നും നമുക്ക് എന്തൊക്കെയാണ് സ്കിന്നിന് പ്രോബ്ലംസ് ഉള്ളതെന്നും നന്നായിട്ട് മനസ്സിലാക്കിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം യൂസ് ചെയ്യേണ്ടല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യമായില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിന് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം കൊടുക്കുക. അപ്പോൾ ചിലർ ആദ്യമായിട്ട് തുടങ്ങുമല്ലോ, അപ്പം നമുക്ക് ചെറിയ ചെറിയ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞത് വാങ്ങിച്ച് യൂസ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യല്ലോ ഒരിക്കലും. കാരണം ഏറ്റവും നല്ലത് വേണം ആദ്യം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് വാഷാണ്. കഴിവതും നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോപ്പ് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അത് മാത്രമല്ല, സോപ്പിട്ട് നമ്മൾ പതപ്പിച്ച് മുഖം കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതോടെ കൂടെ അങ്ങ് ഒലിച്ച് പോകും. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ നമ്മുടെ ആൻറ്റി ഏജിങ്ങിലാണ് നമ്മൾ പ്രായമൊക്കെ മുഖത്തിന് ഒരുപാട് അങ്ങ് എടുത്ത് കാണിക്കാനായിട്ട് ഒരു ഇതായിട്ട് മാറും, ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് കഴിവതും നമ്മൾ ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ചെറുപയറുപൊടി, കടലമാവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് വേണം അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഫേസ് വാഷാണ് അതിൽ ഒരു അല്പം കൂടെ ബെറ്റർ. അതായത് മുഖത്ത് അഴുക്കും പൊടിയൊക്കെ പോകാനായിട്ട് ഇച്ചിരി കൂടെ നല്ലത് ഫേസ് വാഷാണ്. പിന്നെ നമ്മൾ 2 നേരമാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ്റെ പ്രോബ്ലം എന്താണോ അതറിഞ്ഞിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. ടോണർ നമ്മൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മുടെ സ്കിന്നിൻ്റെ pH ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്നിന് ഒരു pH ഉണ്ട്. അപ്പോൾ ആ pH ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടോണറും നമുക്ക് പല ടൈപ്പിനുള്ളതുണ്ട്. അപ്പോൾ അതും നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ച ടോണർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലാതെ വേറൊരാൾ ഉപയോഗിക്കുന്ന ടോണർ ബെസ്റ്റാണെന്ന് കേട്ടോ അത് നമ്മൾ ചാടി കയറി എടുക്കാൻ പോകരുത്. നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ സ്യൂട്ടബിളായിട്ടുള്ള ആ ടോണർ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് സിറമാണ്. സിറം എന്ന് പറയുമ്പോൾ നമ്മൾ സിറം ഇപ്പോൾ കൂടുതലായിട്ടും ഒരു 10-25 വയസ്സാകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഏജ് ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയറിലേക്ക് സിറം കൂടെ ഇൻക്ലൂഡ് ആക്കുന്നത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് സിറം രാവിലെയാണോ രാത്രിയാണോ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ചിലത് രാവിലെ ഉപയോഗിക്കുന്നുണ്ട്, ചിലത് രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണ്. അപ്പോൾ ചിലർക്ക് ഡാർക്ക് സ്പോട്ടിന് വേണ്ടിയായിരിക്കും, ചിലർ മറ്റേ ഗ്ലോയിങ്ങിന് വേണ്ടിയായിരിക്കും, ചിലർ പിമ്പിൾസിന് വേണ്ടിയായിരിക്കും. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണോ സിറം ഉപയോഗിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതിനകത്ത് കാണും രാവിലെയാണോ നമ്മൾ രാത്രിയാണോ ഉപയോഗിക്കേണ്ടത്. ഇപ്പം കൂടുതലും വിറ്റാമിൻ സി സിറം കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് രാത്രിയായിരിക്കും. കാരണം അത് എന്താ പറയുക, നമ്മുടെ സൂര്യപ്രകാശം ഒരുപാടുള്ള സമയത്ത് അത് ഉപയോഗിച്ചിറങ്ങുന്നത് അത്ര സ്കിന്നിന് നല്ലതായിരിക്കത്തില്ല. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ആട്ടോ. മോയ്സ്ചറൈസർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രേഷൻ ഇല്ല അതവിടെ ലോക്ക് ചെയ്ത് അതങ്ങനെ തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് മോയ്സ്ചറൈസർ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് വേണം നമ്മൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ സ്കിന്നിന് വേണ്ടി തിരഞ്ഞെടുക്കാണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ SPF ഒരല്പം കൂടിയ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി വേണം നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതിനകത്ത് ടീനേജുകാർക്ക് സിറം മാത്രം ഒഴിവാക്കണം കേട്ടോ. അവർക്ക് സിറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മുടെ ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതാണ് അവരുടെ സ്കിൻ കെയർ റൊട്ടീൻ വരുന്നത്.